ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടും വളരെ വിലക്കുറവിലും കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ കോവയ്ക്ക. പക്ഷേ പലർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതായത് കറി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉപ്പേരി വെക്കുന്ന സമയത്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. മെയിൻ കാരണം അത് ഒരുപാട് വഴുവഴുപ്പായിട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. എനിക്കാണെങ്കിൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെ കഴിക്കാവുന്ന രീതിക്ക് വളരെ ടേസ്റ്റായിട്ട് വെക്കാം, അതായത് നമ്മൾ ബീഫും ചിക്കനൊക്കെ ഡ്രൈ റോസ്റ്റ് വെക്കുന്ന പോലെ എങ്ങനെ നമുക്കിത് വെക്കാം എന്ന് ചിന്തിച്ചിട്ട് കുറേ യൂട്യൂബ് വീഡിയോസും മറ്റും കണ്ടിട്ടൊക്കെ വെച്ച് ശ്രമിച്ചു നോക്കി. പക്ഷേ വഴുവഴുപ്പിന് യാതൊരു കുറവുണ്ടായില്ല. ടേസ്റ്റ് ഉണ്ടാവും, അതായത് അതിൽ ചേർക്കുന്ന മസാലയുടെ ടേസ്റ്റ് നമുക്കതിൽ വരും എന്നുള്ളത് കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ വഴുവഴുപ്പ് ഒട്ടും തന്നെ മാറിക്കിട്ടിയില്ല. അപ്പോൾ വേറെ ചില ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ചേർത്ത് നോക്കിയ ചില സാധനങ്ങൾ ഞാൻ ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കി, വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം ഒട്ടും വഴുവഴുപ്പില്ലാണ്ട് വളരെ ക്രിസ്പി ആയിട്ട് ഒരു ഡ്രൈ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ, കോവയ്ക്ക ഡ്രൈ റോസ്റ്റ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Nubas yummy recipes. കോവയ്ക്ക ഡ്രൈ റോസ്റ്റിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3-4 പേർക്ക് കഴിക്കുന്ന രീതിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 20 കോവയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് മൂത്ത കോവയ്ക്ക എടുക്കരുത്, അതായത് ഉള്ളിൽ ഒരുപാട് ചുവന്ന നിറത്തിലുള്ള കോവയ്ക്ക എടുക്കാണ്ടിരിക്കുക. ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ മുളക് പൊടിയും കൂടെ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ 20 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് സോട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ആ 20 മിനിറ്റ് നേരം കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് 20 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ചൂടാക്കിയത്. അതിലോട്ട് ഞാൻ 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളിയും ചേർക്കാം. പക്ഷെ വലിയ ഉള്ളി അരിയുമ്പോൾ ഒരുപാട് ഇതേപോലെ ചെറുതായിട്ട് അരിയാൻ ശ്രമിക്കാം. പക്ഷേ ചെറിയ ഉള്ളിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ സോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടുന്നതായിരിക്കും. ഇതിലോട്ട് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തു, പക്ഷെ വീഡിയോയിൽ മിസ്സായിപ്പോയി. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, ഇവയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഇതേപോലെ സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 1 മിനിറ്റ് നേരത്തേക്ക് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുള്ള കോവയ്ക്ക നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. 20 മിനിറ്റ് നേരത്തേക്ക് വെക്കുക. അപ്പോൾ നന്നായിട്ട് കോവയ്ക്കയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അബ്സോർബ് ആവുന്നതായിരിക്കും. ഇനി ഇത് നമ്മൾ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് 1.5 മിനിറ്റ് നേരത്തേക്ക് കൂടുമ്പോൾ ഇളക്കിയാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല. ഈ ഒരു സമയത്ത് ഞാൻ, അതായത് ജസ്റ്റ് ഇളക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് നേരത്തേക്ക് അത് കുക്കാവാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയം കൊണ്ട് ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ടൊരു മിക്സിയിലോട്ട് 2 സ്പൂൺ പൊരിക്കടല, ചിലർ പൊട്ടുകടല എന്ന് പറയും, അതും അതിലോട്ട് ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത്. 1 സ്പൂൺ ഉഴുന്നും ഒരു 5-6 കുരുമുളകും, 5 അല്ലെങ്കിൽ ഒരു 7-8 കുരുമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കത് പൊടിച്ച് കിട്ടും. ഇതിലോട്ട് ഞാൻ കുരുമുളകും ഒരു 1/2 സ്പൂൺ കുരുമുളകും ഉഴുന്നും പിന്നെ 3 സ്പൂൺ പൊരിക്കടലയും ചേർത്ത ആ പൗഡർ അവിടെ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് നേരം ആയിട്ടുള്ളൂ. നമ്മുടെ കോവയ്ക്കൊക്കെ കളർ വ്യത്യാസം വലുതായി വന്നിട്ടില്ല. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ സീക്രട്ട് പൗഡർ, അതായത് ക്രിസ്പിനെസ് ആകാനുള്ള ആ പൗഡർ, അതിൽ നിന്ന് നിങ്ങൾക്ക് 3-4 സ്പൂൺ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 3 സ്പൂൺ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ സൈഡും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രിസ്പിനെസ് അത്രയ്ക്ക് തോന്നുന്നില്ല, ഒരുപാട് വഴുവഴുപ്പ് എന്നിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 1-2 സ്പൂൺ ആ പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൗഡർ നമ്മൾ ഇതിന് ശേഷം എക്സ്ട്രാ വരുന്ന പൗഡർ നമുക്കൊരു ചെറിയ കണ്ടെയ്നർ, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട്
നമുക്ക് കൂടുതൽ ദിവസങ്ങൾക്ക് എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെക്കാം. ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നാലര മിനിറ്റ് ആയതിനു ശേഷം ഇതേപോലെ ഒരു കളർ വ്യത്യാസമാണ് വന്നു തുടങ്ങിയേ. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റായി. നല്ലോണം കളർ വ്യത്യാസമായി. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി കോവയ്ക്ക ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചുടു ചോറിനൊപ്പം കഴിക്കാം. ഇതിൻ്റെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇതിന് കൂടെ കഴിക്കാൻ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. ആ ഉഴുന്നിൻ്റെയും പൊരികടലുടെയും മണം നന്നായിട്ടുള്ളത് കാരണം തന്നെ നല്ലൊരു പ്രത്യേക ഫ്ലേവറും കൂടി ഈ ഡ്രൈ റോസ്റ്റിന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. സാധാരണ കോവയ്ക്ക ഉപ്പേരി കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് ഉറപ്പായിട്ടും കഴിക്കും. ഒരു വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ടും സക്സസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇനി കിട്ടുന്നതായിരിക്കും.